ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചിക്കൻ കറിയാണ്. നല്ല കുറുകിയ ചാറോട് കൂടി നമുക്ക് ചിക്കൻ കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ചട്ടി വെച്ച് കൊടുക്കാം. ആ ചട്ടി ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 2 ഗ്രാമ്പൂ, പട്ട, ഏലക്ക ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതൊന്ന് ചൂടായി ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് സവാളയാണ്. ഞാനൊരു 3 സവാള എടുത്തിട്ടുണ്ട്. നീളത്തിലൊന്ന് അരിഞ്ഞെടുത്തതാണ്. അതിവിടെ നമുക്കിതാ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ സവാള പെട്ടെന്നൊന്ന് വഴണ്ട് വരാൻ വേണ്ടി നമുക്കിതിലേക്ക് ഒരു അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയുള്ളിയാണ്. ഒന്ന് ചതച്ചെടുത്തൊരു ചെറിയുള്ളി കൊണ്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. അതുപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകാണ്. ഒരു 2 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. പച്ചമുളക് കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ഉള്ളി നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. അതുപോലെ തന്നെ നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയൊക്കെ വെച്ച് പച്ച മണമൊക്കെ മാറി വരുന്നതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ്. ഒരു ചെറിയ തക്കാളിയുടെ പകുതി മാത്രമാണ് നമ്മൾ ചേർത്ത് കൊടുത്തത്. അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഉള്ളിയൊക്കെ വഴണ്ട് വരുന്ന സമയം കൊണ്ട് നമ്മളത് ആ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി. നല്ല എരിയുള്ള മുളക് പൊടിയാണ്, അതുകൊണ്ടാണ് 1/2 സ്പൂൺ ചേർത്ത് കൊടുത്തത്. ഇനി നമുക്ക് ചേർക്കാനുള്ളത് 1/2 സ്പൂൺ മല്ലിപ്പൊടി. അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ പൊടികളുടെയൊക്കെ ഒരു പച്ച മണം മാറി വരുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു 1/4 സ്പൂൺ കുരുമുളക് പൊടിയും ഒരു 1/2 സ്പൂൺ ഗരം മസാല പൊടിച്ചതുമാണ്. അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ എരിക്ക് ആവശ്യത്തിന് നമുക്ക് കുരുമുളക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചേർത്ത മുളക് പൊടി നല്ല എരിയുള്ളത് കൊണ്ടാണ് നമ്മൾ കുരുമുളക് പൊടി കുറച്ച് ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തക്കാളി പേസ്റ്റാണ്. ഒരു 1.5 തക്കാളി ഞാൻ പേസ്റ്റാക്കി എടുത്തതാണിത്. നമ്മൾ പകുതി തക്കാളി അല്ലാതെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ ടോട്ടൽ 2 തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ തക്കാളി പേസ്റ്റിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറി വരുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് ഇത് ഇളക്കി കൊടുക്കാനുള്ളത്, അല്ലെങ്കിൽ ഇതിൻ്റെ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ കൈ ഇളക്കാതെ നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസ് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ വലിയ പീസാക്കിയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ചെറിയ പീസ് കണക്കെങ്കിലും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കനും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഈ മസാലകളെല്ലാം നമ്മുടെ ചിക്കനിൽ നന്നായിട്ടൊന്ന് പിടിച്ച് വരണം. അതുപോലെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കാം. ഇതുപോലെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. 1 ഗ്ലാസ് വെള്ളം മാത്രമേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ.
നമ്മുടെ ചിക്കനിൽ തന്നെ വെള്ളം നന്നായിട്ട് ഇറങ്ങി വരും. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കൊന്ന് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇത് നന്നായിട്ട് വറ്റി ഒന്ന് കുറുകി വരണം. അപ്പം നമുക്ക് മീഡിയം ഫ്ലെയിമിലായിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് കുക്ക് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ അടിയിൽ പിടിച്ച് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്കൊന്ന് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഏകദേശം ഒന്ന് തയ്യാറായിട്ട് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനിയും നന്നായിട്ടൊന്ന് കുറുകി വരണം. നമ്മുടെ ചിക്കൻ പീസൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്, നല്ല കുറുകിയ ചാറോട് കൂടി. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ല്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയൊരു ചിക്കൻ കറി റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകൾ ഒന്ന് അറിയിക്കുക തയ്യാറാക്കി നോക്കിയിട്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.